എന്നിട്ട് ഞാൻ വാണെന്നും മോശമായിട്ട് ഞങ്ങൾ റിയാക്ട് ചെയ്ത് ഞങ്ങൾ ഉണ്ടെന്ന് പറയും. ഫസ്റ്റ് ഞാനാണ് വിളിക്കണത് എന്ത് വാണമെന്ന് പറഞ്ഞിട്ട്. അതിപ്പോ തമാശക്കാരും ഫ്ലാഷ് ബാക്ക്. അപ്പൊ കരിയപ്പലയാടി പൊലയാടി മോനെ, എനിക്ക് നിന്നോട് ഇത്രേ പറയാനുള്ളൂ. എന്റെ വീട്ടുകാർക്ക് നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ പൂറി മോനെ അതിൽ ഞാൻ തരും. ഈ എത്ര വലിയ തുണ്ണ ഗെയിമർ എന്ത് പൂർണ്ണയാലും മരില്ല, മനസ്സിലായില്ലേ? ഞാൻ വിളിച്ചത്. അത് വളരെ ഇതായി പോയി. അത് കണ്ടിട്ടാണ് ബ്രോ ഒരു വീഡിയോ ചെയ്തത്. ഒരു കയ്യബദ്ധം നമ്മളത് റെക്ടിഫൈ ചെയ്തോളാം, അവനോട് പറഞ്ഞോളാന്ന്. അത് മണവാളൻ ബ്രോഡത്തും പറഞ്ഞിട്ടില്ല, ലൈവിലും കേൾപ്പിച്ചിട്ടില്ല. പക്ഷെ എന്റെ അടുത്ത് അത് പേഴ്സണൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല. കുറിക്കുണ്ണയും മറ്റേ എല്ലാം കൺമശി വേണമെന്ന്. അപ്പൊ ഞാൻ മണവാളന്റെ അടുത്ത കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കോൾ ചെയ്ത കാര്യങ്ങളൊക്കെ രണ്ടാമത് ഞാൻ വന്നിട്ട് കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ ആളെ റിയേറ്റ് ചെയ്യുന്നൊരു വീഡിയോ. അത് ഞാൻ ഇത് കണ്ടുകൊണ്ട് ചെയ്തിട്ടില്ല. എനിക്കറിയില്ല പേഴ്സണലായിട്ട് ആളെ മണവാളം വിളിച്ചതോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. എനിക്കിപ്പോ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല, നാട്ടുകാരെ നോക്കാൻ പറ്റുന്നില്ല, എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ പറ്റുന്നില്ല. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ. ആ കുറിക്കുണ്ണെ അല്ലെങ്കിൽ പിന്നെ മറ്റേതൊക്കെ വിളിച്ചു പറഞ്ഞത് കൺമേശി വേണമെന്നൊക്കെ എന്നെ വിളിക്കണം. ഞാൻ കൺമേശി വിടാറില്ല. എനിക്ക് ഇപ്പോഴാണ് ആളെ കുറിച്ച് എനിക്ക് മനസ്സിലായത്. എനിക്ക് ആളെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാനൊരു ഗെയിമറും നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് കേട്ടോ. അനീതി എവിടെ കണ്ടാലും അപ്പൊ എതിർക്കും. ഒരു പ്രശ്നമുള്ള ഈ കുറിയിട്ട സംഭവം നിങ്ങൾ ഇട്ടില്ല. അതിപ്പോ മൊത്തത്തില് ഇൻസ്റ്റയില് റിക്വസ്റ്റ് വരെ അങ്ങനെ തെരുവ് വിളിച്ചുകൊണ്ടാണ് വന്നോണ്ടിരിക്കുന്നത്. നിലവില് തന്ത്രമൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവര്. ഏത് ഇൻസ്റ്റയില് അത് ഏതൊക്കെയോ. ഇതിലൊന്നും പറയരുത്. ഞാൻ കൂളി കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. തെറി കൊണ്ട് അഭിഷേകം ചെയ്യരുത്. അത് താങ്ങാനുള്ള കരുത്ത് എനിക്ക്. മറ്റേ മായാവില് തോർത്തൊക്കെ ഇട്ടിട്ട ഞാൻ മണവാളൻ ബ്രോ എക്സ്പോഷർ ആണോ വേണ്ടേ? അതാണോ കഴിഞ്ഞ ദിവസം എനിക്ക് വ്യൂസിന്റെ ഞാൻ ഒത്തില്ല. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. കരയും ഞാൻ. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി.